ദൈവത്തിന് സ്തുതി. ഓണാശംസകൾ പറയാൻ തന്നെ ശരിക്കും പേടിയാണ്. ഓണാശംസകൾ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമായി മാറുമോ എന്നുള്ളൊരു പേടിയുണ്ട്. എൻ്റെ ദൈവങ്ങളെ, ഞാനിന്ന് ഓണാഘോഷത്തിന് പങ്കെടുക്കാനായി ഒരിടം വരെ പോയി. ഫ്രണ്ട്സ് ഓഫ് ജീസസ്, ഈശോയുടെ കൂട്ടുകാർ. ഞാൻ കൂടുതൽ വ്യാഖ്യാനിക്കാൻ പോകാത്തതിൻ്റെ കാരണം എല്ലാ മക്കളും പല കാരണം കൊണ്ടായിരിക്കാം പല മക്കളും തെരുവിലേക്കൊക്കെ പോകുന്നത്, ആകാശപ്പറവുന്നത് പോലെ. ആ മക്കളൊക്കെ നൂറിലധികം മക്കളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിലെ ഫ്രണ്ട്സ് ഓഫ് ജീസസ് ഭവനത്തിൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായി ഞാൻ പോയി. എനിക്കതൊരു സന്തോഷം തോന്നിയിട്ടോ. ആ മക്കള് നിഷ്കളങ്കരതയോടുകൂടെ ഓണപ്പാട്ടുകളും അതിൽ ക്രിസ്തീയ പാട്ടുകളും അല്ലെങ്കിൽ ഓണപ്പാട്ടുകളും എല്ലാം മാറി മാറി അവര് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ വന്ന് ആ മക്കള് നമ്മുടെ മുന്നിൽ കളിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ ഒരു കൂട്ടുകാരനായ ഒരു സിനിമ ഡയറക്ടർ ഋഷിദ് പാറയ്ക്കലും അതുപോലെ തന്നെ ലിജോ ചിത്രപ്പള്ളി അച്ഛനും ഒക്കെ വന്ന് അതിൽ പങ്കെടുത്തിരുന്നു. ഋഷിദ് പാറയ്ക്കലിൻ്റെ നല്ലൊരു അനുഭവം, ഓണത്തിൻ്റെതായ അനുഭവമൊക്കെ പങ്കുവച്ചു. ഒപ്പം തന്നെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഋഷിദ് പാറയ്ക്കൽ അതൊക്കെ വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു നമ്മളവിടെ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ചിലപ്പം ഒരു വിഗ്രഹമായി മാറിയ പോലെ ഞാനൊന്നും പങ്കെടുക്കുന്നില്ല, ഞാൻ അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ ഒന്നും മാറി. കാരണം എൻ്റെ കേരളം, എൻ്റെ ഭാരതം എന്നാൽ അഭിമാനപൂരിതമാകണം. കേരളം എന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കണം നേരം പോലെ തിരക്കുന്ന കുറഞ്ഞ പോലെ എൻ്റെ എല്ലാ മതസ്ഥരും ഒന്നായി കിടക്കുന്ന സ്ഥലത്ത്, അത് ഓണാഘോഷമായിരിക്കാം, ക്രിസ്മസ് ആയിരിക്കാം, മറ്റെന്തെങ്കിലും മത ആചാരങ്ങൾ എന്തോ ആകട്ടെ, ശരിക്ക് നമ്മൾ പഴയ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ചോറ്റുപാത്രത്തിൽ നിന്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് സുലൈമാനോ അല്ലെങ്കിൽ എന്താ പറയുക ശ്രീകണ്ഠ നായരോ ആരൊക്കെ വന്ന് ഭക്ഷിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ശരിക്കും ഓണൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ആഘോഷിക്കുന്ന ഒരു സന്തോഷം. ഉപ്പേരിയും അല്ലെങ്കിൽ എന്താ പറയുക ഇഞ്ചാമ്പൊളിയും പുളിഞ്ചും ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ അതൊരു സന്തോഷമാണ്. പന്തുകളിയും തന്നെ വടംവലിയും മത്സരമൊക്കെ. അപ്പം ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണമൊന്നുമല്ല, ഈ ദൃശ്യം കണ്ടു അവിടെ വന്നുമ്പോൾ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചുകൊണ്ട് ഞാൻ ആ ഫ്രണ്ട്സ് ഓഫ് ജീസസിന്റെ ദേവാലയത്തിൽ കുറച്ച് നേരം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായി ഒന്ന് ശാന്തമായിട്ട് ഇരുന്നു. അന്ന് ഇരുന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണടഞ്ഞ് ഞാൻ കണ്ണ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ മുമ്പിൽ മഹാബലി പ്രത്യക്ഷപ്പെട്ട പോലെ. നിങ്ങൾ പേടിക്കണ്ട, ദർശനത്തിൽ കണ്ട മഹാബലി ഫ്രണ്ടില് ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അതിലൊരു ഫ്രണ്ട്സ് ഓഫ് ജീസസില് ഒരു ആ മകൻ വന്ന് ഏറ്റവും മുന്നിൽ വന്ന് മുട്ടുകുത്തി അവിടെ ഇരുന്ന് ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആ മകൻ അവിടെ താഴെ ഇരുന്ന് തൊപ്പിയൊക്കെ ഇറക്കി വെച്ച് അങ്ങനെ അവൻ ഇരിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 1.25 മണിക്കൂർ നേരം ആ മകൻ അവിടെ ഇരുന്നിട്ടുണ്ട്. ഞാൻ അവൻ അറിയാതെ എന്താ പറയാ, എനിക്ക് തോന്നി ഒന്ന് എൻ്റെ മൊബൈലിൽ ഒന്ന് പകർത്താന്ന് വെച്ച് അവൻ അറിയാതെ ബാക്ക് കൂടെ ഞാനൊന്ന് മൊബൈലിൽ എടുത്തു. അത് ഞാൻ കുറച്ച് നേരം ഇരുന്നു, പിന്നെ ഞാൻ അറിയാതെ ഞാൻ എടുത്തു. എനിക്ക് ഒത്തിരി സന്തോഷം.